ഹലോ ഗെയ്സ്, ബാലിയിലെ രണ്ടാം ദിവസം ഞങ്ങൾ പോയത് ലെംപുയാങ് ടെമ്പിളിലേക്കാണ്. രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ശേഷം രാവിലെ സ്വിങ് പോയിൻറ്റും വാട്ടർഫാൾസും കണ്ടതിന് ശേഷം ഞങ്ങൾ ടാക്സിക്കാർ നേരെ അങ്ങോട്ടാണ് കൊണ്ടുപോയത്. അവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിൽ അവരൊരു ചെറിയ മാറ്റം വരുത്തും. അവരുടെ പ്രാദേശിക വസ്ത്രമായിട്ടുള്ള മുണ്ടും തലപ്പാവും അവർ ധരിപ്പിക്കും. സ്ത്രീകൾക്ക് മുണ്ട് മാത്രമേ തരുള്ളൂ. നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിൽ അത് ഉടുത്താൽ മതി, അവർ തന്നെ ഉടുപ്പിച്ച് തരും. പുരുഷന്മാർക്ക് തലയിൽ വെക്കാൻ വേണ്ടി ഒരു തലപ്പാവും നൽകും. അത് ധരിച്ചിട്ട് വേണം നമ്മൾ ആ ടെമ്പിളിലോട്ട് കിടക്കാൻ. ടിക്കറ്റ് എടുത്ത് അതിലോട്ട് കയറി കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം, യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. എന്തുമാത്രം കൊത്തുപണികളാണ് അവിടെ വെച്ചിരിക്കുന്നതെന്നറിയാമോ? ബാലിയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു ടെമ്പിളാണ് ഈ ലെംപുയാങ് ടെമ്പിൾ. അതിൽ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് അതിവിശാലമായിട്ടുള്ള കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ബാലിയുടെയും സുഗ്രീവൻ്റെയൊക്കെ ധാരാളം പ്രതിമകളും അതുപോലെ മറ്റുള്ള ദൈവങ്ങളുടെയൊക്കെ പ്രതിമകളൊക്കെ അവിടെയുണ്ട്. മാത്രമല്ല ഏതു മതങ്ങൾക്കും ഏത് ജാതിക്കാർക്കും യാതൊരു വിധത്തിലുള്ള ഉപരോധവും ഇല്ലാണ്ട് റെസ്ട്രിക്ഷൻസും ഇല്ലാതെ അതിനുള്ളിൽ എവിടെയും സഞ്ചരിക്കാം. നമുക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. നമ്മളെ യാതൊരു തരത്തിലുള്ള തടയലുകളോ മറ്റോ ഒന്നുമില്ല. മറ്റുള്ള രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ മുസ്ലിംസ് ആണെങ്കിൽ ഹിന്ദു ടെമ്പിളിൽ പോകുമ്പോഴും ഹിന്ദുസ് മുസ്ലിം പള്ളികളിൽ പോകുമ്പോഴും ക്രിസ്ത്യൻ പള്ളികളിൽ പോകുമ്പോഴൊക്കെ കുഞ്ഞു കുഞ്ഞു റെസ്ട്രിക്ഷൻസൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു രീതിയിൽ ഒരു മതക്കാരെയും ഒരു രീതിയിലും അവർ തടയുന്നേ ഇല്ല. നമുക്ക് ഇഷ്ടം പോലെ അതിനുള്ളിൽ നടക്കാം, എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. അക്കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ ടെമ്പിളിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ശരിക്കും നമ്മളൊക്കെ പോയി കാണുക വേണം അതൊക്കെ. അതിനുള്ളിലാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണെന്നറിയാം ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഭയങ്കര ക്ലീനാണ്. യാതൊരു രീതിയിലുള്ള വേസ്റ്റും കാര്യങ്ങളും അവിടെ ഇല്ല. ഒരു കടലാസിൻ്റെയോ ഒരു പ്ലാസ്റ്റിക് പേപ്പറിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിൻ്റെ ഒരു കഷ്ണം പോലും അവിടെ ഇല്ല. മാത്രമല്ല ഒരു പ്രദേശത്തിൻ്റെ നേച്ചർ അനുസരിച്ചാണ് അവിടെ വരുന്ന ആൾക്കാരും പെരുമാറുന്നത് എന്ന് ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചായയോ മിഠായിയോ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കടലാസുകളും മറ്റുമൊക്കെ നമ്മൾ അറിയാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വഴിയിൽ വീണു പോകും, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇട്ടിട്ട് പോരും. എന്നാൽ ഇവിടെ ആരും ഒന്നും തന്നെ അവിടെ ഇടുന്നുമില്ല. എല്ലാം വളരെ പെർഫെക്റ്റ്, വളരെ സുന്ദരം, വളരെ സന്തോഷം. പല രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ അവിടെ എത്തിക്കൊണ്ടേയിരിക്കണം. നിങ്ങളും കാണണം ഈ സ്ഥലം. ഓക്കെ, ഗുഡ് ബൈ.